നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സന്ധ്യ രാധാകൃഷ്ണൻ. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ശക്തമായ മഴയെ തുടർന്ന് വെള്ളക്കെട്ട് രൂക്ഷമായ ചേർപ്പ് ഗ്രാമപഞ്ചായത്തിൽ ആദ്യ ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നു. ചേർപ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടങ്ങിയ ക്യാമ്പിലേക്ക് 5 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. കാലവർഷപ്പെയ്ത്തിൽ രൂപപ്പെട്ട വെള്ളക്കെട്ടിൽ വലഞ്ഞ് ചേർപ്പ് ഗ്രാമപഞ്ചായത്തിൽ 50ഓളം കുടുംബങ്ങൾ. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് MLAയും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും. അമ്മാടം ഗവൺമെന്റ് LP സ്കൂൾ കലോത്സവമായ സർഗലയം അരങ്ങേറി. വൈവിധ്യമാർന്ന കലാപരിപാടികൾ സർഗലയത്തെ ശ്രദ്ധേയമാക്കി. വാർത്തകൾ വിശദമായി. ശക്തമായ മഴയെ തുടർന്ന് വെള്ളക്കെട്ട് രൂക്ഷമായ ചേർപ്പ് ഗ്രാമപഞ്ചായത്തിൽ ആദ്യ ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നു. ചേർപ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടങ്ങിയ ക്യാമ്പിലേക്ക് 5 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. ചേർപ്പ് ഗ്രാമപഞ്ചായത്തിൽ 17-18 വാർഡുകളിലാണ് വെള്ളക്കെട്ട് രൂക്ഷമായി തുടങ്ങിയിരിക്കുന്നത്. ശക്തമായി തുടരുന്ന മഴയും വെള്ളക്കെട്ട് ഭീഷണിയും കണക്കിലെടുത്ത ചേർപ്പ് ഗ്രാമപഞ്ചായത്തിൽ ദ്രുതഗതിയിലുള്ള മുന്നൊരുക്കങ്ങളാണ് ഭരണസമിതി നടത്തുന്നത്. വെള്ളക്കെട്ട് തുടരുന്നതിനാൽ ചേർപ്പ് പഞ്ചായത്തിൽ 8 സ്കൂളുകളിലാണ് ദുരിതാശ്വാസ ക്യാമ്പുകൾ സജ്ജമാക്കുക. ഇതിൽ ആദ്യത്തെ ദുരിതാശ്വാസ ക്യാമ്പാണ് ചേർപ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുറന്നത്. വ്യാഴാഴ്ച രാവിലെ തന്നെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് 17ാം വാർഡിലെ 5 കുടുംബങ്ങളിൽ നിന്നുള്ള 12ഓളം പേരാണ് മാറ്റിപ്പാർപ്പിച്ചത്. വെള്ളക്കെട്ട് കൂടുതൽ രൂക്ഷമാകുന്നത് തുടരുന്നതോടെ വരും മണിക്കൂറുകളിൽ കൂടുതൽ കുടുംബങ്ങൾ ദുരിതാശ്വാസ ക്യാമ്പിൽ എത്തുമെന്നാണ് കരുതുന്നത്. ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നവർക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയതായി ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിജോ ജോർജ് പറഞ്ഞു. എല്ലാ തരത്തിലുള്ള സജ്ജീകരണങ്ങളും ചേർപ്പ് പഞ്ചായത്ത് ഭരണസമിതി സജ്ജമാക്കിയിട്ടുണ്ട്. വില്ലേജ് ഓഫീസർ, അതേമാതിരി ആരോഗ്യ വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥരൊക്കെ ഇവിടെയുണ്ട്. ഒത്തിരി സ്ഥലങ്ങൾ നമ്മൾ ഈ പ്രാവശ്യം തോടുകളൊക്കെ വൃത്തിയാക്കിയത് കൊണ്ടാണ് ക്യാമ്പ് ഇവിടെ നമ്മുടെ ഭാഗ്യവശാൽ ക്യാമ്പ് നേരം വൈകിയത്. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാലങ്ങളൊക്കെ ക്യാമ്പ് വളരെ 2 മാസത്തോളം ക്യാമ്പ് ഉണ്ടായിരുന്നു. നമ്മൾ പല പ്രദേശങ്ങളും ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഈ തവണ പുതിയ ഭരണസമിതി വന്നതിന് ശേഷം ആദ്യമായിട്ട് ഒരു തീരുമാനമെടുത്തത് നമുക്ക് നമ്മുടെ തോടുകളൊക്കെ ക്ലീൻ ചെയ്യാനാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഒരുവിധ സ്ഥലങ്ങളിൽ ഇപ്പോൾ ക്യാമ്പിൻ്റെ ആവശ്യമില്ലാതെ വന്നത്. നിർഭാഗ്യവശാൽ നമ്മുടെ പുഴയിൽ നമ്മുടെ ഡാമുകളിൽ നിന്നൊക്കെ വെള്ളം തുറന്നു വിട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ പുഴയിൽ നിന്ന് വരുന്ന വെള്ളം നമ്മുടെ പ്രദേശത്തേക്ക് ഒഴുകി വരികയാണ്. അതുകൊണ്ട് നമുക്ക് ക്യാമ്പുകൾ തുടങ്ങേണ്ട ആവശ്യം വന്നത്. നമ്മുടെ 8 സ്കൂളുകൾ നമ്മളിവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്, നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. അതിൽ ആദ്യത്തെ സ്കൂളാണ്. ഇപ്പോൾ 5 കുടുംബമാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. 12ഓളം ആൾക്കാർ വന്നിട്ടുണ്ട്. കുറേ ആളുകൾ ഇവിടെ നിന്ന് ഇപ്പോൾ വെള്ളം കൂടിയപ്പോൾ തന്നെ അവർ മറ്റു സ്ഥലങ്ങളിലേക്ക് പോയിട്ടുണ്ട്. ഇത് ഒന്ന് പടിഞ്ഞാറ്റുമുറി പ്രദേശം, തെക്കേപ്പാടം, അതേമാതിരി മുത്തുലിയാൽ പ്രദേശം, തോപ്പ് വരുന്ന കനാൽ പ്രദേശങ്ങൾ, ഈ പ്രദേശത്താണ്. പിന്നെ പണ്ടാരച്ചിറ ഈ പ്രദേശത്താണ് ഇപ്പോൾ കൂടുതലായിട്ട് വെള്ളക്കെട്ട് കൂടി വന്നിരിക്കുന്നത്. പുതിയ ഭരണസമിതി അധികാരമേറ്റതിന് പിന്നാലെ എല്ലായിടങ്ങളിലും തോടുകളടക്കം ശുചീകരിച്ചത് ഒരു പരിധിവരെ വെള്ളക്കെട്ടിനെ പ്രതിരോധിക്കാൻ സഹായിച്ചതായും പ്രസിഡന്റ് പറഞ്ഞു. വൈസ് പ്രസിഡന്റ് വിദ്യ രമേശ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ AA ക്രിസ്റ്റീന, മെമ്പർമാരായ CV ലോകിതാക്ഷൻ, MH സജീർ, ബൈജുസൻ ജോൺ, PH ഉമ്മർ, അനിത അനിലൻ, പ്രിയലത പ്രസാദ്, മൃദുല കിഷോർ, ശരണ്യ വൈശാഖ്, രുക്മിണി, സെക്രട്ടറി മുംതാസ്, വില്ലേജ് ഓഫീസർ ശ്രീവിദ്യ, ആരോഗ്യ പ്രവർത്തകർ, സാമൂഹ്യ പ്രവർത്തകർ, MN ഉണ്ണികൃഷ്ണൻ എന്നിവരും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച സംഘത്തിൽ ഉണ്ടായിരുന്നു. കാലവർഷപ്പെയ്ത്തിൽ രൂപപ്പെട്ട വെള്ളക്കെട്ടിൽ വലഞ്ഞ് ചേർപ്പ് ഗ്രാമപഞ്ചായത്തിൽ 50ഓളം കുടുംബങ്ങൾ. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് MLAയും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും. ശക്തമായി മഴ തുടരുന്നതിനിടയിൽ ചേർപ്പ് പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങൾ കനത്ത വെള്ളക്കെട്ടിലായി. പടിഞ്ഞാട്ടുമുറി, മുത്തുള്ളിയാൽ, തോപ്പ്, പണ്ടാരച്ചിറ പ്രദേശങ്ങളിലാണ് വെള്ളക്കെട്ട് രൂക്ഷമായിരിക്കുന്നത്. മേഖലയിൽ മാത്രം 50ഓളം വീടുകളിലാണ് വെള്ളം കയറിയത്. ചുറ്റുപാടും വെള്ളം നിറഞ്ഞതോടെ തീർത്തും ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് ഇവിടെയുള്ള കുടുംബങ്ങൾ. ദുരിതബാധിതരായ കുടുംബങ്ങളെ മാറ്റി പാർപ്പിക്കുന്ന അടക്കമുള്ള പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ ഗീതാ ഗോപി MLA, ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിജോ ജോർജിന്റെ നേതൃത്വത്തിൽ മറ്റ് ജനപ്രതിനിധികൾ എന്നിവർ പ്രദേശങ്ങളിൽ സന്ദർശനം നടത്തി. കിടപ്പ് രോഗികളായ 2 പേരെ അടിയന്തരമായി ചേർപ്പ് ഗവൺമെന്റ് കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റി. കിടപ്പ് രോഗിയായ കാക്കാട്ട് വീട്ടിൽ ഖാദർ,
കാലൊടിഞ്ഞതിനെ തുടർന്ന് കിടപ്പിലായ തോട്ടങ്ങൽ വീട്ടിൽ മണി എന്നിവരെയാണ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. മേഖലയിൽ വെള്ളക്കെട്ട് ഭീഷണിയിൽ കഴിയുന്ന മറ്റു കുടുംബങ്ങൾ ചേർപ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറി തുടങ്ങിയിരിക്കുകയാണ്. MLAയ്ക്കും പഞ്ചായത്ത് പ്രസിഡന്റിനൊപ്പം മെമ്പർമാരായ MH സജീർ, CV ലോകിതാക്ഷൻ, ബൈജു സെന്റ് ജോൺ എന്നിവരും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. അമ്മാടം ഗവൺമെന്റ് LP സ്കൂൾ കലോത്സവമായ സർഗലയം അരങ്ങേറി. വൈവിധ്യമാർന്ന കലാപരിപാടികൾ സർഗലയത്തെ ശ്രദ്ധേയമാക്കി. പാർലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിത പ്രസന്നൻ കലോത്സവം ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ PTA പ്രസിഡന്റ് PS സുധീഷ് അധ്യക്ഷനായി. പ്രധാന അധ്യാപിക TK ശ്രീകല, പാർലം ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പറും സ്കൂൾ SMC ചെയർപേഴ്സണുമായ റോസ്മേരി അബേഷ്, MPTA പ്രസിഡന്റ് ജോബി ഫെബിൻ, സീനിയർ അധ്യാപിക CA ഷീജ, സ്റ്റാഫ് സെക്രട്ടറി PS സ്മിത എന്നിവർ സംസാരിച്ചു. മൾട്ടിവുഡ് ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ സ്ഥാപനമായ വുഡ് ഗ്രെയിൻസ് പെരിങ്ങോട്ടുകരയിൽ പ്രവർത്തനം ആരംഭിച്ചു. നിർമ്മാണ ഇന്റീരിയർ ആവശ്യങ്ങൾക്കുള്ള മരങ്ങളും അനുബന്ധ ഉൽപ്പന്നങ്ങളുടെയും ശേഖരമാണ് വുഡ് ഗ്രെയിൻസിൽ ഒരുക്കിയിരിക്കുന്നത്. മൾട്ടിവുഡ് ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ സ്ഥാപനമായ വുഡ് ഗ്രെയിൻസ് പെരിങ്ങോട്ടുകരയിൽ പ്രവർത്തനം ആരംഭിച്ചു. ബുധനാഴ്ച രാവിലെ നടന്ന ചടങ്ങിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റും ജില്ലാ പ്രസിഡന്റുമായ KV അബ്ദുൽ ഹമീദ് സ്ഥാപനത്തിന്റെ പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചു. എന്നുള്ള ഒരു പുതിയ സ്ഥാപനം ഇവിടെ നിന്ന് നാടിനായി സമർപ്പിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ വുഡ് എന്ന പേരില്ലെങ്കിലും ഇവിടെ കാണുന്നത് വുഡല്ല, ഇത് പ്ലാസ്റ്റിക് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ബോർഡുകളാണ്. അപ്പോൾ മരത്തിന് പകരം ഉപയോഗിക്കാവുന്ന ഒരുപാട് മെറ്റീരിയലുകൾ ഇതുപോലെ ഇന്ന് നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ്. അതിൽ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കപ്പെടുന്ന ഒരു സംഭവമാണ് ഇവിടെ നമ്മൾ അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്ക്ലൂസീവ് ഷോറൂമായിട്ടാണ് ഞാൻ ഈ ഒരു സ്ഥാപനത്തെ മനസ്സിലാക്കുന്നത്. RT വുഡ് എന്ന് പറഞ്ഞിട്ടുള്ള മൾട്ടിവുഡ്, മൾട്ടിബോർഡ് എന്നൊക്കെ പറയുന്ന കാറ്റഗറിയിൽപ്പെട്ട ഒരു ബോർഡാണ്, ഫോം ബോർഡ് എന്നൊക്കെ പറയുന്നത്. അപ്പം അത് നമ്മുടെ രാജ്യത്ത് ഈ മരത്തിൻ്റെ ലഭ്യത കുറഞ്ഞു വരികയും അതല്ലെങ്കിൽ പ്ലൈവുഡ് പോലെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരു ബദൽ സംവിധാനം എന്നുള്ള നിലക്ക് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള വലിയ രീതിയിൽ ഇന്ന് നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്ന ഒരു മെറ്റീരിയലാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വിൽപ്പനയെ കുറിച്ചൊന്നും ആശങ്കയില്ലാത്തതാണ്. ഒരുപാട് ഇന്റീരിയറിന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് പ്ലൈവുഡിനോടൊപ്പം തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ വിശ്വസ്തതയോടുകൂടി ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മെറ്റീരിയൽ സ്ഥാപനം. അപ്പോൾ അത് ഇവിടെ വിജയിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. സർവീസ് ഈ സ്ഥാപനം എല്ലാ അർത്ഥത്തിലും വിജയിപ്പിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി നാട്ടിക നിയോജക മണ്ഡലം ചെയർമാനും ജില്ലാ വൈസ് പ്രസിഡന്റുമായ KK ഭാഗ്യനാഥ് ഭദ്രദീപം തെളിയിച്ച് സ്ഥാപനം നാടിന് സമർപ്പിച്ചു. മികച്ച സേവനത്തിലൂടെയും ഉപഭോക്താക്കളുടെ വിശ്വാസം നേടിയും പെരിങ്ങോട്ടുകര ഉൾപ്പെടെ നാടിന്റെ അഭിമാന സ്ഥാപനമായി വുഡ് ഗ്രെയിൻസ് വളരട്ടെയെന്ന് വിശിഷ്ടാതിഥികൾ ആശംസിച്ചു. വീടുകളുടെയും സ്ഥാപനങ്ങളുടെയും നിർമ്മാണ ഇന്റീരിയർ ആവശ്യങ്ങൾക്ക് ഗുണമേന്മയുള്ള വിവിധതരം മരങ്ങളും അനുബന്ധ ഉൽപ്പന്നങ്ങളും ഇവയെല്ലാം ഒരേ കുടക്കീഴിൽ ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കുകയാണ് വുഡ് ഗ്രെയിൻസ് എന്ന സ്ഥാപനത്തിലൂടെ. ചിയാരം വിജയമാതാ പള്ളിയിൽ 5 ദിവസം നീണ്ടു നിൽക്കുന്ന അഭിഷേകാഗ്നിക് ബൈബിൾ കൺവെൻഷൻ ശനിയാഴ്ച തുടക്കമാകും. അട്ടപ്പാടി സെഹിയോൻ ധ്യാനകേന്ദ്രം ഡയറക്ടർ ഫാദർ സാംസൺ മണ്ണൂറാണ് വചനവിരുന്ന് നയിക്കുക. ഈ മാസം 8 ശനിയാഴ്ച മുതൽ 12 ബുധനാഴ്ച വരെയാണ് ബൈബിൾ കൺവെൻഷൻ നടക്കുക എന്ന് ചിയാരം വിജയമാതാ പള്ളി വികാരി ഫാദർ പ്രിൻസ് പൂവത്തിങ്കൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചിയാരം വിജയമാതാ ഇടവക ദേവാലയത്തിന്റെ 25ാം വർഷം, പള്ളി സ്ഥാപിതമായ 25 വർഷത്തിൽ പ്രവേശിക്കുക. അതിനോടനുബന്ധിച്ച് വിശ്വാസ നവീകരണത്തിന്റെ ഭാഗമായിട്ട് ആഗസ്റ്റ് 8, 9, 10, 11, 12 എന്നീ ദിവസങ്ങളിൽ ശനി, ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ എന്നീ ദിവസങ്ങളിലായിട്ട് അഭിഷേകാഗ്നി ജൂബിലി ബൈബിൾ കൺവെൻഷൻ സംഘടിപ്പിച്ചിരിക്കുന്നു. അട്ടപ്പാടി സിഹ്വൻ ധ്യാന കേന്ദ്രത്തിലെ റൂഹ മൗണ്ടിലെ ബഹുമാനപ്പെട്ട സാംസൺ മണ്ണൂരച്ചനാണ് ഈ കൺവെൻഷൻ നയിക്കുക. കൺവെൻഷന്റെ ഉദ്ഘാടനം ബൈബിൾ പ്രതിഷ്ഠയോട് കൂടിയിട്ട് ശനിയാഴ്ച വൈകിട്ട് 6 മണിക്ക് നടക്കുന്നതാണ്. തുടർന്നുള്ള ദിവസങ്ങളിൽ വൈകിട്ട് 5 മണിക്ക് ജപമാല,
5:30 ദിവ്യബലി, തുറന്ന് കൺവെൻഷൻ എന്ന രീതിയിൽ കൺവെൻഷൻ മുന്നോട്ട് പോകുന്നതാണ്. ദിവസവും വൈകിട്ട് 5 മണി മുതൽ കൺവെൻഷൻ ആരംഭിക്കും. തൃശൂർ അതിരൂപത വികാരി ജനറൽ ഫാദർ ജെയ്സൺ കൂനംപ്ലാക്കൽ ബൈബിൾ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും. അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ സമാപന സന്ദേശം നൽകുമെന്നും ഇടവക വികാരി അറിയിച്ചു. ജനറൽ കൺവീനർ പി കെ പോൾ, ലിറ്റർജി കൺവീനർ ജോയ് പി അന്തപ്പൻ, ട്രസ്റ്റിമാരായ ഫിൽജോ നീലയാറ്റിങ്കൽ, ആൻജോ ചിറ്റരപ്പിള്ളി, യേശുദാസ് ആലപ്പാടൻ, സിംസൺ പുലുപറമ്പിൽ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. തരിശായി കിടന്ന മണ്ണിൽ കാർഷിക മുന്നേറ്റത്തിന് തുടക്കമിടാൻ കൃഷിയിറക്കലും ഹൈബ്രിഡ് പച്ചക്കറി നടീലും ഒരുങ്ങുന്നു. CP ട്രസ്റ്റിന് കീഴിലുള്ള CP അഗ്രികൾച്ചറൽ ഫാമാണ് വെള്ളിയാഴ്ച കൃഷിക്ക് തുടക്കമിടുന്നത്. CP അഗ്രികൾച്ചറൽ ഫാമിന്റെ നേതൃത്വത്തിൽ വലപ്പാട് കോതുകുളം ബീച്ച് റോഡിലെ ഫാമിലാണ് കൃഷിക്ക് തുടക്കമിടുക എന്ന് വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK മോഹനൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് ഫാമിൽ നടക്കുന്ന ചടങ്ങിൽ സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി T സിദ്ദിഖ് കൃഷിയിറക്കലും ഹൈബ്രിഡ് പച്ചക്കറി നടീലും ഉദ്ഘാടനം ചെയ്യും. ഗീതാ ഗോപി MLA അധ്യക്ഷയാകും. തരിശുഭൂമിയെ കൃഷിക്ക് യോഗ്യമാക്കിയ CP മുഹമ്മദ് മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ CP സാലിഹിനെ ചടങ്ങിൽ ആദരിക്കും. തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ്, തൃശൂർ കോർപ്പറേഷൻ മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ, സംവിധായകൻ സത്യൻ അന്തിക്കാട്, ജില്ലാ കലക്ടർ ശിഖ സുരേന്ദ്രൻ, ജില്ലാ പോലീസ് സൂപ്രണ്ട് മുഹമ്മദ് നദീമുദ്ദീൻ എന്നിവർ മുഖ്യാതിഥികളാകും. 1.5 ഏക്കറോളം സ്ഥലത്താണ് കൃഷി തുടങ്ങുക എന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു. വലപ്പാട് കൃഷി ഓഫീസർ ലക്ഷ്മി കെ മോഹൻ, CP കർഷക സംഘം സെക്രട്ടറി വിൽസൺ പുലിക്കോട്ടിൽ, ട്രസ്റ്റ് മാനേജർ EK ഗോപിനാഥൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കാർഷിക രംഗത്ത് വളരെ സജീവമായി ഇടപെടുന്ന ഒരു കാര്യമാണ് നിങ്ങളെ അറിയിക്കാനുള്ളത്. നിങ്ങൾക്ക് ശ്രദ്ധ വന്നു കാണും. CP സാലി ട്രസ്റ്റ് പുതിയന്തോട് ബീച്ചിൽ അവരുടെ സൗജന്യ ഡയാലിസിസ് കേന്ദ്രത്തിനോടനുബന്ധിച്ച് ഏകദേശം 1.5 ഏക്കർ സ്ഥലത്ത്, ഇവിടെ മാത്രമല്ല മറ്റ് പല സ്ഥലങ്ങളിലും ഉള്ള കാർഷിക പ്രവർത്തികൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളൊക്കെ പറയാൻ ആ ട്രസ്റ്റിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളോട് വരുന്നുണ്ട്. അതവർ പറയും. ഞാൻ അതിൻ്റെ വിശദാംശങ്ങൾ ഞാൻ കടക്കുന്നില്ല. പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം പഞ്ചായത്തും അതുപോലെ തന്നെ കൃഷി വകുപ്പും ഇവരോടുകൂടി ചേർന്നുകൊണ്ട് തരിശുഭൂമിയിലെ കൃഷി ഇറക്കലും ഹൈബ്രിഡ് പച്ചക്കറി നടീൽ ഉദ്ഘാടനവും അതുകൂടി നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു സ്കീമിൻ്റെ ഭാഗമായിട്ടാണ് പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിലും കൃഷി ഓഫീസറും കൂടെ എത്തിച്ചേർന്നിട്ടുള്ളത്. അപ്പോൾ അത് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്കാണ് അവിടെ CP ജംഗ്ഷനിൽ നമ്മുടെ ബഹുമാനപ്പെട്ട നാട്ടിക MLA ശ്രീമതി ഗീതാ ഗോപി അധ്യക്ഷത ചടങ്ങിൽ ശ്രീ കൃഷിമന്ത്രി ശ്രീ സിദ്ദിഖ് അവരത് ഉദ്ഘാടനം ചെയ്തു. നന്ദിക്കര ശ്രീരാമകൃഷ്ണ വിദ്യാനികേതൻ പബ്ലിക് സ്കൂളിലെ കലാമേള നവരംഗ് ശ്രദ്ധേയമായി. 4 ദിവസങ്ങളിലായി നടക്കുന്ന കലാമേളയിൽ 800-ലേറെ പ്രതിഭകളാണ് മാറ്റുരയ്ക്കുന്നത്. പിന്നണി ഗായിക അനഘ മുരളി കലാമേളയായ നവരംഗ് ഉദ്ഘാടനം ചെയ്തു. വിവേകാനന്ദ ട്രസ്റ്റ് ഡയറക്ടർ AG ബാബു അധ്യക്ഷനായി. സ്കൂൾ മാനേജർ C രാഗേഷ്, വിദ്യാലയ സമിതി പ്രസിഡന്റ് K രവീന്ദ്രൻ, സെക്രട്ടറി രജത് നാരായണൻ, ക്ഷേമസമിതി പ്രസിഡന്റ് ഷാജു കളരിക്കൽ, മാതൃസമിതി പ്രസിഡന്റ് സുബിത എന്നിവർ സംസാരിച്ചു. 4 ദിവസം നീണ്ടു നിൽക്കുന്നതാണ് കലാമേള. 6 വേദികളിൽ നടക്കുന്ന കലാമേളയിൽ 42 ഇനങ്ങളിലായി 800-ലേറെ പ്രതിഭകളാണ് മാറ്റുരയ്ക്കുന്നത്. തളിക്കുളം പത്താങ്കല്ലിൽ ഓയിൽ മില്ലിൽ തീപിടുത്തത്തിൽ ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടം. തളിക്കുളം പത്താംകല്ലിൽ ദേശീയപാതയോരത്ത് പ്രവർത്തിക്കുന്ന സാലി ഓയിൽ ഫ്ലവർ മില്ലിലാണ് തീപിടുത്തമുണ്ടായത്. വ്യാഴാഴ്ച രാവിലെ 7:45 സംഭവം. കനത്ത പുക ഉയർന്നതിന് പിന്നാലെയാണ് തീപിടുത്തമുണ്ടായ വിവരം മനസ്സിലാക്കുന്നത്. ഉടൻ തന്നെ 2 യൂണിറ്റ് നാട്ടിക ഫയർ ആൻഡ് റെസ്ക്യൂ ടീമെത്തി തീയണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങി. തുടർന്ന് ഏറെ നേരത്തെ പ്രയത്നത്തിനൊടുവിലാണ് തീയണയ്ക്കാൻ കഴിഞ്ഞത്. ഓയിൽ മില്ലിലെ മെഷീനറികൾ, 400 ലിറ്ററോളം വരുന്ന വെളിച്ചെണ്ണ, കൊപ്ര, മറ്റ് അസംസ്കൃത വസ്തുക്കൾ എന്നിവ തീപിടുത്തത്തിൽ കത്തിനശിച്ചു. വൈദ്യുതി ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് കരുതുന്നത്. തീപിടുത്തത്തിൽ ലക്ഷങ്ങളുടെ നാശനഷ്ടമുണ്ടായതായി പറയുന്നു. അമ്മാടം സ്വദേശി പെല്ലിശ്ശേരി വീട്ടിൽ വർക്കി കുഞ്ഞിപ്പൊറിഞ്ചു മകൻ PP ജോയ് ഭാര്യ മാഗി നിര്യാതയായി. 62 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച വൈകിട്ട് 4-ന് അമ്മാടം സെന്റ് ആന്റണീസ് പള്ളി സെമിത്തേരിയിൽ നടക്കും. ഡോക്ടർ ലോയിഡ് ഫ്രാൻസിസ്, വിന്നി ട്രീസ എന്നിവർ മക്കളും ഡോക്ടർ ശില്പ മാനുവൽ, ജോബി സെബാസ്റ്റ്യൻ എന്നിവർ മരുമക്കളുമാണ്. ഇനി ഇന്നത്തെ സ്വർണ്ണവില.
ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 13,725 രൂപ, പവന് 1,09,800 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ശക്തമായ മഴയെ തുടർന്ന് വെള്ളക്കെട്ട് രൂക്ഷമായ ചേർപ്പ് ഗ്രാമപഞ്ചായത്തിൽ ആദ്യ ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നു. ചേർപ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടങ്ങിയ ക്യാമ്പിലേക്ക് 5 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. കാലവർഷപ്പെയ്ത്തിൽ രൂപപ്പെട്ട വെള്ളക്കെട്ടിൽ വലഞ്ഞ് ചേർപ്പ് ഗ്രാമപഞ്ചായത്തിൽ 50ഓളം കുടുംബങ്ങൾ. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് MLAയും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും. അമ്മാടം ഗവൺമെന്റ് LP സ്കൂൾ കലോത്സവമായ സർഗലയം അരങ്ങേറി. വൈവിധ്യമാർന്ന കലാപരിപാടികൾ സർഗലയത്തെ ശ്രദ്ധേയമാക്കി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.